ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ജോസ് ഫീസ് വോയിസ്. സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. 10 മണിക്കൊക്കെ ഞാൻ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു 12 മണിയാകുമ്പോഴാണ് ബോധം വന്നത്. അപ്പോൾ നമ്മൾ 12 മണിക്ക് വീഡിയോ എടുത്തതാണ്. ആ സമയമാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ സ്റ്റഡി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഞാൻ തന്ന ടൈം ടേബിൾ, ഞാൻ നേരത്തെ ഒരു ടൈം ടേബിൾ തന്നില്ലായിരുന്നു, അതിനനുസരിച്ചാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മാത്സ് ആണ് പഠിക്കാൻ നിന്നത്. അതിനകത്ത് ഈ ചാപ്റ്റർ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഞാൻ. അതായത് ഇന്നലെ ഞാൻ തുറന്നു വെച്ചതാണ്, പക്ഷേ എന്നെക്കൊണ്ടാവുന്നില്ല. മടിയുടെ അങ്ങേ അറ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മടി എനിക്കായിരിക്കും ഈ ലോകത്ത്. കാരണം അങ്ങനെ ഈ പാഠം വെച്ചിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞു, എന്നിട്ടും മുന്നോട്ട് പോയിട്ടില്ല. ഈ ചാപ്റ്റർ കുറച്ച് കടുപ്പായതുകൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ചാപ്റ്റർ കുറച്ച് കുഴപ്പമൊന്നുമില്ല, മീൻസ് ഈസിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈസിയാണ് എന്നാലും കടുപ്പം കുറവൊന്നുമില്ല, എന്നാലും ഈസിയാണ്. അങ്ങനത്തെ ഒരു ചാപ്റ്റർ. അതായത് നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ ഓക്കെയാണ്, പക്ഷേ ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഓക്കെയാണ്, ചെയ്യാൻ കുഴപ്പമില്ല. ചാർജ് തീർന്നു പോയി. ആ ചാർജ് കുത്തുകയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഇപ്പോഴും സ്കൂളിൽ പോകുന്നുണ്ടോ? ഞാൻ സ്കൂളിലൊന്നും പോകുന്നില്ല. കാരണം ഇപ്പം റിവിഷൻ എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു എല്ലായിടത്തും ഉള്ളത്. നമുക്ക് മോഡൽ എക്സാം വരാൻ 17-നായി. അപ്പോൾ അതിൻ്റെ റിവിഷൻ എന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പോകുന്നില്ല, കാരണം പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ നോക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോകാതുള്ളത്. നിങ്ങൾക്കും ക്ലാസ് ഉണ്ടോ? നിങ്ങളും ഇപ്പോഴും സ്കൂളിൽ പോകുന്നുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ, കമൻറ്റ് ബിലോ. പിന്നെ നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞോ ചാപ്റ്റേഴ്സൊക്കെ? ഞാനിവിടെ ഓരോന്നോരോന്ന് തുടങ്ങി. എൻ്റെ മടി കാരണം ഞാനിങ്ങനെ ഉന്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എനിക്കിങ്ങനെ കഴിയാനുണ്ട്, ഇഷ്ടം പോലെ കഴിയാനുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും ഞാൻ തീർക്കാൻ നോക്കുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ പരീക്ഷേൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഗൈസ്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചത് അന്നത്തെ ദിവസം തന്നെ പഠിക്കാം. കാരണം ഇനി ഇമ്പ്രൂവ്മെൻ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ +2 സിലബസ് തീരത്തില്ല. പിന്നെ ചുമ്മാ എന്താ പറയുക, ബാക്കി എല്ലാം നോക്കിയിട്ട് +1 നോക്കിയിട്ട് +2-ന് ഒന്നും ഇല്ലാത്ത പോലെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ +2 എങ്ങനെയെങ്കിലും തീർത്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മീൻസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിലാണുള്ളത്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടോ? എഴുതാണ്ട് അത് പഠിച്ചു കഴിഞ്ഞോ? ഏതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നത്? ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ എഴുതുന്നത് കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷും ഒക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ചുമ്മാ എഴുതി നോക്കാമെന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് അതിനകത്താണ് കുറച്ചും കൂടെ മാർക്ക് കുറവ്. അപ്പം അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ കുറച്ചെങ്കിലും ഒരു മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെക്കൊണ്ട് ഇപ്പോൾ അല്ലേ +1-ൻ്റെ മാർക്ക് കൂടി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ച ഇമ്പ്രൂവ്മെൻറ്റിൽ പറ്റത്തില്ല. അപ്പോൾ ഉള്ള സമയത്ത് അതെങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുക വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ ലാബ് എക്സാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ലാബ് എക്സാമിൻ്റെ കാര്യം. ലാബ് എക്സാം ഓക്കെ ആയിരുന്നു. എനിക്ക് പ്രത്യേക കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ മാത്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, മാത്സിൽ മെട്രിക്സും ഡിറ്റർമിനൻസൊന്നും അത്ര അല്ലല്ലോ, ആർക്കും അത് കുഴപ്പമില്ലല്ലോ. അതല്ല, റിലേഷനും മെട്രിക്സ്, ഡിറ്റർമിനൻ്റ്, കണ്ടിന്യൂറ്റി അതൊന്നും അത്ര വലിയ കുഴപ്പമില്ലാത്ത. പക്ഷേ അപ്ലിക്കേഷൻ, ഡെറിവേറ്റീവ് ബാക്കിയൊക്കെ കുറച്ചും കൂടെ ഒരു കടുപ്പമുള്ളതല്ലേ. നല്ല കടുപ്പമുണ്ട്, കുറച്ചല്ല, നല്ല കടുപ്പമുണ്ട്. അതിനകത്ത് എന്താ പറയുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതും അതൊക്കെ കുറച്ചൊരു ഇതിൽ നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിച്ചാൽ കുഴപ്പമില്ല. ഫോക്കസ് അതിനകത്ത് തന്നെ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒന്ന് തെറ്റിയാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നാളെ ഞാൻ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു തേങ്ങ എനിക്ക് ഓർമ്മയില്ല.
അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മീൻസ് പഠിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ദിവസം നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കില്ല, അവിടെ ഇല്ല, ഒരു ഡേ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും പഠിക്കണം, പക്ഷെ അതിനുള്ള സമയവും ഇല്ല. അപ്പം എങ്ങനെയെങ്കിലും PYQs ഒക്കെ ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. PYQs ചെയ്യണം എന്ന് തന്നെ. കാരണം PYQ ഒരു 50 ഒരു മൊത്തത്തിൽ ഇപ്പോഴത്തെ പരീക്ഷ വെച്ച് നോക്കുമ്പം മൊത്തത്തിൽ PYQ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും PYQs ചെയ്താൽ ഒരു 50% എങ്കിലും കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. മീൻസ് കഴിഞ്ഞ +1 എക്സാം ആണെങ്കിലും ഫിസിക്സൊക്കെ PYQൻ്റെ തന്നെ ഏകദേശം, പിന്നെ കുഴപ്പമില്ലായിരുന്നു ഫിസിക്സ് ഒന്നും. മാത്സ് ആണെങ്കിലും PYQ അത്ര ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എന്നാലും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ PYQ. പിന്നെ എന്നതാ നമുക്ക് ഈ വട്ടം അത്ര ഡെറിവേഷൻസ് +1 പോലെ എനിക്ക് തോന്നുന്നു ഫിസിക്സിൽ അത്ര ഡെറിവേഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അത്രയും ഞാൻ കാണില്ല. ഒരു പാഠത്തിലൊരു 5-6 ഡെറിവേഷൻ, ആദ്യത്തെ പാഠത്തിൽ അങ്ങോട്ടല്ലേ ഒരു 5-6 ഡെറിവേഷൻസ് ഉള്ളത്. അതൊന്നും കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ നമുക്ക് പോവാം. പക്ഷേ ബാക്കി ഉള്ളതൊക്കെ ഒരു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തട്ടിമുട്ടി ഒരു പോക്കാണ്. അതാണ് എല്ലാം തീർക്കാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് ഗൈസ്. മീൻസ് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബാക്കി എല്ലാ സബ്ജക്റ്റ് ആണെങ്കിലും നോക്കുവാണെങ്കിൽ എൻ്റെ ചാപ്റ്റേഴ്സ് എനിക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, പക്ഷെ അത് തീരുന്നില്ല. മടിയാണെങ്കിൽ അങ്ങേയറ്റം പീക്കാണ് എൻ്റെ മടി ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ എന്നതാ നമുക്കാണെങ്കിൽ വന്ന് ദിവസം ഒട്ടും തീരെ ഇല്ലാതെയൊക്കെയാണ് ഉള്ളത്. ഒന്നും തീരുന്നുമില്ല, എന്നോട്ട് പഠിക്കാനോട്ട് തോന്നുന്നുമില്ല. ആ ഒരു അവസ്ഥ എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയത്തില്ല. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 10ലൊക്കെ പഠിക്കുന്ന നേരത്താണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് എങ്കിലും പഠിക്കാൻ തോന്നും, പരീക്ഷ ആകുമ്പോൾ എങ്കിലും പഠിക്കാൻ തോന്നും. പക്ഷേ ഇപ്പോൾ വന്ന് പരീക്ഷയുടെ തലേ ദിവസം പോലും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറുക. അത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് തിരിയുന്നില്ല. അതായത് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല ആ ഒരു അവസ്ഥ. 10ലൊക്കെ ഞാൻ ഇരുന്ന് വെച്ചാൽ ലാസ്റ്റ് സമയമൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പഠിക്കുന്നതെന്ന് പറയാൻ പോലും ഇല്ല. കാരണം എപ്പോഴെങ്കിലും തോന്നിയാൽ ഇരിക്കും, അതുപോലെ പഠിക്കും. പിന്നെ മടിയാണെങ്കിൽ അങ്ങേയറ്റവും. പക്ഷേ ഇനി മടിയും കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പൊട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോൾ 17-ന് മോഡൽ എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് ദിവസം ഒട്ടുമില്ല എനിക്കൊന്നും. പഠിച്ച് തീർത്തവർ എൻ്റെ ഒരു ഇതിലിപ്പോൾ ഞാനിപ്പം ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയാലും എനിക്ക് എങ്ങനെയായാലും തീർക്കാൻ പറ്റുന്നില്ല. ഞാൻ മിക്കവാറും മോഡൽ എക്സാം വലിയ കാര്യമാക്കാത്ത രീതിയിൽ ഞാൻ എടുക്കും മിക്കവാറും. കാരണം എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഒരെണ്ണം കിട്ടിയാലേ അടക്കാവൂ എന്നുള്ളൊരു ഇതുണ്ട്. അതായത് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പൊട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, പഠിക്കണം. അങ്ങനെ ആയാലേ എനിക്കൊരു ഇത് വരത്തുള്ളൂ. കാരണം ഇപ്പം മോഡൽ എക്സാം എഴുതുമ്പം അതങ്ങ് തീർന്നോളും. കാരണം ഇപ്പോൾ ഉള്ള ഈ വെറുതെ ഇരിക്കുന്ന മടിയും ഇതും ഒരു നിസ്സാരമായി കാണുന്ന പരിപാടിയൊക്കെ തീർന്നോളും പരീക്ഷയുടെ പക്ഷേ നമുക്ക് അങ്ങനെ തലേ ദിവസം ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന അത്രയല്ലേ ഉള്ളത്. ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്കതൊരു പേടി. മറ്റേ അതൊക്കെ ശരിയാണ്. കാരണം എന്നതാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്നത് ശരിയാണ്. പേടി കൊണ്ട് പഠിക്കാനിരുന്നാൽ ഉറക്കം വരും. ഉറങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനുണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കവും വരില്ല. ഇതാണിപ്പോൾ അവസ്ഥ. ഒന്നും ശരിയാകുന്നില്ല, ഒന്നും. 2026 ഞാൻ വിചാരിച്ചു അടിപൊളി, എല്ലാം ശരിയായി, എല്ലാം അടിപൊളിയാക്കാമെന്നൊക്കെ വെച്ച് അവസാനം 2026-ഉം 2025 പോലെ തന്നെ ആകുന്നുണ്ടോ എന്നെനിക്കിപ്പോൾ നല്ല ഡൗട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞതുപോലെ ഞാൻ അറിഞ്ഞില്ല 2026-ൻ്റെ. ഇപ്പം മോഡൽ എക്സാം, പിന്നെ അടുത്ത് കഴിഞ്ഞാൽ പബ്ലിക്ക്. എനിക്ക് വയ്യ. പക്ഷെ എങ്ങനെയെങ്കിലും പഠിച്ചല്ലേ പറ്റൂ. മാക്സിമം ഞാൻ ഇരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് എത്രയായാലും അങ്ങ് ആവുന്നില്ല. പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല ഗൈസ്. സത്യം പറയാലോ, 10ാം ക്ലാസ്സിലെ പോലെയൊന്നും 10ാം ക്ലാസ്സിൽ ലാസ്റ്റ് 2 months ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയുന്നതിന് എനിക്കൊരിതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നാൾ കളിച്ച് നടന്നെങ്കിലും 10ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് 2 മാസം ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചായിരുന്നു. കാരണം എനിക്കത് വാങ്ങിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു.
പക്ഷേ ഇപ്പം പോയി ഇപ്പോൾ ഒരു മാസം എനിക്ക് പ്ലസ് ടുവിനുള്ളൂ, എന്നിട്ട് വരെ ആകുന്നില്ല. എന്നിട്ടൊരു ഇരിക്കാൻ പോലും തോന്നുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് മാറ്റിയേ പറ്റൂ, കാരണം നമുക്ക് പഠിച്ചേ പറ്റൂ, പഠിച്ചാലേ കാര്യമുള്ളൂ അല്ലേ. എന്നിട്ട് ഇതൊന്നും പോരാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് പനി വരുന്നുണ്ടോ എന്ന് നല്ല ഡൗട്ടുണ്ട്. കാരണം ഒട്ടും വയ്യ. കാരണം ചുമ, രാവിലെ ഒന്നും എണീറ്റിരുന്നാൽ പിന്നെ ശ്വാസം കിട്ടാത്ത പോലെയാണ്. ചുമയായിട്ടങ്ങാണ്ടാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. അതും വണ്ടി പിടിച്ച് വരുന്നുണ്ട് പനി വരെ. എല്ലാം ഒരു നേരത്തേക്ക് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വരുക. എന്തായാലും പഠിച്ചല്ലേ പറ്റൂ, ഇരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കെല്ലാം പാഠമൊക്കെ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇനിയും ഉണ്ടോ, എങ്ങനെയുണ്ട്, ഈ പഠിക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ പറയുക എന്നോട്. എത്ര കഴിഞ്ഞു, ഇനി ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നുണ്ടോ, അതൊക്കെ കമൻറ്റ് ഇടുക. കമൻറ്റ് ബിലോ. അപ്പം ബായ്, ടാറ്റാ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.